ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് 18 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന കൈക്കുട്ടിക്കളി വൃത്തപ്പാട്ടുകളുടെ അവതരണം ഇരിങ്ങാലക്കുടയിൽ ആരംഭിച്ചു. രാവിലെ 6 മണിക്ക് ശാന്തിനികേതൻ പബ്ലിക് സ്കൂൾ അങ്കണത്തിലാണ് 140ഓളം പേർ അണിനിരന്നുള്ള മെഗാ കൈക്കുട്ടിക്കളിയുടെ പ്രകടനം ആരംഭിച്ചത്. രാത്രി 12 മണിവരെ തുടർച്ചയായി നടക്കും. പ്രശസ്ത കൈക്കുട്ടിക്കളി കലാചാരിയായ ഗുരു അണിമംഗലത്ത് സാവിത്രി അന്തർജനത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുരാവൃത്തം മഹാസംഗമത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. സംഘാടക സമിതി ചെയർപേഴ്സൺ സോണിയ ഗിരി അധ്യക്ഷയായി. യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം ചീഫ് എഡിറ്റർ സുനിൽ ജോസഫ് മുഖ്യ അതിഥിയായി. കലാഗുരുക്കളായ കടവല്ലൂർ ശ്രീദേവി അന്തർജനം, കാവനാട് സാവിത്രി അന്തർജനം, അണിമംഗലത്ത് സാവിത്രി അന്തർജനം എന്നിവരെ ആദരിച്ചു. യു പ്രദീപ് മേനോൻ സ്വാഗതവും പുത്തിലത്ത് ലീല അന്തർജനം നന്ദിയും അറിയിച്ചു. പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ, ശാന്തിനികേതൻ സ്കൂൾ പ്രിൻസിപ്പൽ പി എൽ ഗോപകുമാർ, വി ശ്രീരേഖ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. 50 വർഷങ്ങൾക്ക് മുൻപ് ഇരിങ്ങാലക്കുടയിലെ മുത്തശ്ശിമാരും അമ്മമാരും ഓണവും തിരുവാതിരയും പോലുള്ള ആഘോഷങ്ങളിൽ പാടിക്കളിച്ചിരുന്ന 37 പുരാണ കഥാഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന 300-ലധികം വൃത്തപ്പാട്ടുകളാണ് ഈ ചടങ്ങിൽ പുനരാവിഷ്കരിക്കപ്പെടുന്നത്. കേരളത്തിലെ 30-ലധികം പ്രശസ്ത കൈക്കൊട്ടിക്കളി സംഘങ്ങൾ തിരുവാതിരക്കളിയുടെ ആചാരങ്ങൾ പിന്തുടർന്ന് മഹാസംഗമത്തിൽ പങ്കുചേരുന്നു. 700-ലധികം കലാകാരികളുടെ സാന്നിധ്യത്തിൽ 18 മണിക്കൂറിലധികം നീണ്ടുനിൽക്കുന്ന വൃത്തപ്പാട്ടുകൾ കൈക്കൊട്ടിക്കളിയുടെ അകമ്പടിയോടെ URF ലോക റെക്കോർഡിലേക്ക് എത്തുന്നുവെന്നതാണ് ശ്രദ്ധേയം. കലയുടെ പാരമ്പര്യം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക, ലാളിത്യവും ആചാര പ്രാധാന്യവും ലോകമെമ്പാടും പകർന്നുകൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ പരിപാടി കലാ പുനരാവിഷ്കാരത്തിന്റെ ഒരു നാഴികക്കല്ലായിരിക്കും. പല വിധത്തിലുള്ള ചുവടുകൾ ആകർഷണീയമായ രീതിയിൽ ചടുലമായതും ലാസ്യമങ്ങിയാത്മകമായതും ഒക്കെ ആയിട്ടുള്ള ഈ പാട്ടുകളുടെ അകമ്പടിയോടുകൂടി നടത്തുന്ന കളി അന്തർഭാഗങ്ങളിൽ ഗൃഹാന്തര ഭാഗത്താണ് നടന്നു പോന്നിരുന്നത് എന്ന് നമുക്കറിയാം. വീടിന്റെ അകത്തളങ്ങളിൽ അല്ലെങ്കിൽ പിന്നാമ്പുറങ്ങളിൽ നടന്നു വന്നിരുന്ന കൈക്കുട്ടിക്കളിയെ പൊതുവേദിയിലേക്ക്, അരങ്ങിലേക്ക്,